Good morning, students. Limit and continuity problem. There is a function f of x is equal to log 1 plus 5x minus log 1 plus ax by x. If x is not equal to 0, then if x is equal to 0. Then a is equal to a the value contributing. And option 10, minus 10, 5, minus 5, 4. They are the answer. Correct. About here problem change. The function x is equal to 0 function value 10 limit. Limit x tends to 0 log 1 plus 5x minus log 1 plus ax divided by x. That is equal to 10. That is equal to 10. Log 1 plus 5x minus log 1 plus ax by x is equal to 10 എന്നാണ് നമുക്ക് ഫംഗ്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ x ന് നമ്മൾ 0 കൊടുക്കാം. x ന് ന്യൂമറേറ്ററിൽ 0 കൊടുത്താൽ log 1 ഇവിടെ നമുക്ക് x ന് 0 കൊടുക്കുമ്പോൾ log 1 വരും 0 ആയി പോകും. ഇവിടെ x ന് 0 കൊടുത്താൽ log 1 0 ആയി പോകും. താഴെ 0 ആയി 0/0 ഫോം വരും. 0/0 ഫോം വന്നാൽ നമുക്ക് ഏത് റൂൾ ഉപയോഗിക്കാം? എൽ ഹോസ്പിറ്റൽ റൂൾ ഉപയോഗിക്കാം. എൽ ഹോസ്പിറ്റൽ റൂൾ പറയുന്നത് എന്താണ്? ടേക്ക് ദ ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ, ടേക്ക് ദ ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ന്യൂമറേറ്റർ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് 1 പ്ലസ് 5x എന്താണ്? ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x ആണ്. ലോഗ് 1 പ്ലസ് 5x എന്തായിരിക്കും? 1/1 പ്ലസ് 5x 1/1 പ്ലസ് 5x into 5 into 5. 5/1 plus 5x. ഇവിടെ നോക്കാം. log 1 plus ax എന്താണ്? 1/1 plus ax into a. ഡിനോമിനേറ്റർ എന്താണ്? ഡിനോമിനേറ്റർ 1. That is equal to 10. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. x 0 കൊടുക്കാം. x 0 കൊടുക്കുമ്പോൾ ആദ്യത്തെ ടൈം എന്ത് ചെയ്ത് നമുക്ക് ഈ 5x 0 ആയി പോകും. 5 മൈനസ് ഇവിടെ നമുക്ക് x ന് 0 കൊടുക്കാം. ഡിനോമിനേറ്റർ 1 ആവും. 5 മൈനസ് a എത്ര കിട്ടും? 10. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരുടെ വാല്യൂ ആണ്? a യുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. 5 മൈനസ് 10 ഈ 10 ഷിഫ്റ്റ് ചെയ്യുന്നു, a അപ്പുറത്തോട്ട് പോകുന്നു. അപ്പോൾ മൈനസ് 5 a യുടെ വാല്യൂ എത്ര കിട്ടും? a is equal to -5. ഓപ്ഷൻ D is the correct answer. ഓപ്ഷൻ D ആണ് അതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരും. ഇവിടെ നമ്മള് ലിമിറ്റ് നമുക്ക് x = 0 ആകുമ്പോൾ 10 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു? ഇതൊരു 0/0 ഫോം ആണെന്ന് മനസ്സിലായി. 0/0 ഫോം ആണ് എങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ടേക്ക് ദി ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ, ടേക്ക് ദി ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. ന്യൂമറേറ്ററിന്റെയും ഡിനോമിനേറ്ററിന്റെയും ഡെറിവേറ്റീവ് നമ്മൾ എടുക്കുകയാണ്. അങ്ങനെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 5/1 plus 5x minus a/1 plus ax is equal to 10. അതിൽ x നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 5 minus a is equal to 10 വരും. അപ്പോൾ 5 minus 10 is equal to a വരും. -5 is equal to a വരും. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. അടുത്ത പ്രോബ്ലം limit x tends to 3 e raised to x minus 3 minus x plus 1 divided by x square minus log x minus 2 is equal to option ഏതാണ്? ഓപ്ഷൻ A -1/3, B -2/9, C -1/2, D -1/4, E -1/9. ഇതാണ് നമുക്ക് കിട്ടുന്ന ഓപ്ഷൻസ്. അപ്പോ ഈ ക്വസ്റ്റ്യൻ എന്താണ്? ലിമിറ്റ് x ടെൻസ് ടു 3 e raised to x minus 3 minus x plus 1 divided by x square minus log x minus 2. ലിമിറ്റ് എത്രയാണ് കിട്ടുന്നത് നോക്കണം.
അപ്പോൾ 5 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് നോക്കണം. അത് നോക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്ത് ആദ്യം തന്നെ എക്സിന് 3 കൊടുത്തു നോക്കാം. നമ്മുടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 e raised to x minus 3 minus x plus 1 divided by x square minus log x minus 2. നമ്മൾ അതിന്റെ എക്സിന് നമ്മൾ 3 കൊടുക്കുകയാണ്. 3 കൊടുക്കുമ്പോൾ ഇവിടെ എക്സിന് 3 കൊടുക്കുമ്പോൾ 3 minus 3 e raised to 0. e raised to 0 ന്റെ വാല്യൂ എത്രയാ? e raised to 0 ന്റെ വാല്യൂ 1 ആണ്. മൈനസ് ഇവിടെ എക്സിന് നമ്മൾ 3 കൊടുക്കാം. ഇവിടെ എക്സിന് 3 കൊടുക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് ഇവിടെ -3 പ്ലസ് 1. അപ്പൊ ന്യൂമറേറ്റർ നമുക്ക് എന്ത് കിട്ടി? 1 -3 പ്ലസ് 1. ഇനി ഡിനോമിനേറ്റർ നോക്കാം. എക്സിന് നമ്മൾ 3 കൊടുക്കുമ്പോൾ 9 മൈനസ് ലോഗ് എക്സിന് 3 കൊടുക്കുമ്പോൾ 3 minus 2. 3 minus 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ലോഗ് 1 ആണ്. ലോഗ് 1 ന്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. ഇവിടെ നമുക്ക് 0 കിട്ടും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 plus 1 2 2 minus 3 that is equal to -1 ആണ് ന്യൂമറേറ്റർ കിട്ടുന്നത്. ഡിനോമിനേറ്റർ നമുക്ക് എന്ത് കിട്ടും? ഡിനോമിനേറ്ററിൽ 9. ഇതിന്റെ ആൻസർ എത്രയാണ്? -1/9 എന്നാണ് ആൻസർ. ഓപ്ഷൻ ഇ ഈസ് ദ ഓപ്ഷൻ ഇ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. -1/9. ഇവിടെ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രം മതി. നമുക്ക് അത് തന്നിരിക്കുന്ന എക്സിന്റെ വാല്യൂ 3 ആണ്. ആ 3 നമ്മൾ വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? -1/9. വേറെ ഒന്നും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിൽ അതിന്റെ ലിമിറ്റ് കിട്ടിയിരിക്കുന്നു. ലിമിറ്റ് എത്രയാണ്? ലിമിറ്റ് -1/9. നമുക്കിനി അടുത്ത പ്രോബ്ലത്തിലേക്ക് നീങ്ങാം. അടുത്ത ലിമിറ്റ് x tends to 4 root of x square plus 9 minus 5 divided by x minus 4 is equal to a. 2 by 5 b. 8 by 25 c. 0 b. 8 by 5 b. 4 by 5. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ലിമിറ്റ് x tends to 4 root of x square plus 9 minus 5 divided by x minus 5 is equal to. 5 ഓപ്ഷൻ തന്നിട്ട് ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് നോക്കാം. ഇവിടെ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ x ന് 4 കൊടുക്കാം. x ന് 4 കൊടുത്താൽ എന്ത് സംഭവിക്കും നോക്കാം. ലിമിറ്റ് x tends to 4 root of x square plus 9 minus 5 divided by x minus 4. നമ്മൾ x ന് 4 കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കും? 4 4 16 16 9 25 25 റൂട്ട് എത്രയാ? 5 5 minus 5. ഡിനോമിനേറ്ററിൽ 4 കൊടുക്കുമ്പോൾ 4 minus 4. അപ്പോൾ ഇത് 0/0 ഫോം ആയി. 0/0 ഫോം. അങ്ങനെ 0/0 ഫോം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യും. നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യും. ലിമിറ്റ് x tends to 4. എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ന്യൂമറേറ്ററിന് ഡെറിവേറ്റീവ് എടുക്കും, ഡിനോമിനേറ്ററിന് ഡെറിവേറ്റീവ് എടുക്കും. റൂട്ട് ഓഫ് x square plus 9 ന്റെ ഡെറിവേറ്റീവ് എന്താണ്? റൂട്ട് x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/2 റൂട്ട് x അല്ലേ? റൂട്ട് x ന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് x ആണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് വരും? 1/2 into root of x square plus 9. 1/2 into root of x square plus 9 into അത് കഴിഞ്ഞോ? ഇല്ല. 1/2 into root of x square plus 9 into ന്യൂമറേറ്ററിൽ എന്ത് എഴുതണം? 2x. ഡിവൈഡഡ് ബൈ ഇവിടെ x minus 4 എന്താണ്? 1. ഈ 2 2 നമ്മൾ ക്യാൻസൽ ചെയ്തു. ഇനി x ന് നമുക്ക് 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x ന് 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 4 divided by root of x square plus 9. 4 4 16 16 9 25 25ന്റെ റൂട്ട് എത്രയാണ്? 5. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 4/5 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഓപ്ഷൻ ഇ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഇ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ആൻസർ ഏതാണ്? 4/5. ഇവിടെ നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്തു. എന്തുകൊണ്ട് എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്തു? ഇതൊരു 0/0 ഫോം ആണ്. 0/0 ഫോം ആണെങ്കിൽ വി ക്യാൻ അപ്ലൈ ദി എൽ ഹോസ്പിറ്റൽ റൂൾ. നമുക്ക് എൽ ഹോസ്പിറ്റൽ റൂള് അപ്ലൈ ചെയ്യാം.
അപ്പൊ നമ്മൾ ടേക്ക് ദ ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ആൻഡ് ഡെറിവേറ്റീവ് ഓഫ് ദി ഡിനോമിനേറ്റർ. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1നെ 9 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടണേ? 1/2 into root of x square plus 9 into 2x. പിന്നെ -0 താഴെ എന്താണ്? x - 4 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ആൻസർ 2x x/root of x square plus 9 കിട്ടി. അത് x ന് 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 4/5 കിട്ടും. ഓപ്ഷൻ E is the correct answer. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. അടുത്ത പ്രോബ്ലം next problem. നാലാമത്തെ പ്രോബ്ലം. ലിമിറ്റ് x tends to 1, x plus x square plus x cube minus 3 divided by x minus 1 is equal to option A. എന്താണ്? 1, B, 2, C, 3, D, 6, E. അടുത്ത ക്വസ്റ്റ്യൻ. x equal to x tends to 1. ഇതിന്റെ ഏത് ആൻസർ ആണെന്ന് നോക്കാം. ഇത് ലിമിറ്റ് എത്രയാണെന്ന് നോക്കാം. 5 ഓപ്ഷൻസ് ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്ന് നോക്കാം അല്ലെ. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം x ന് 1 കൊടുക്കാം. ലിമിറ്റ് x tends to 1, x plus x square plus x cube minus 3 divided by x minus 1. ഇത് നമ്മൾ x ന് 1 കൊടുത്തു നോക്കിയേ. x ന് 1 കൊടുത്താൽ 1 plus 1 minus 3. ഡിനോമിനേറ്ററിലെ 1 minus 1. അപ്പൊ 3 minus 3 by 1 minus 1. അപ്പൊ 0/0 4. 0/0 ഫോം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാം. എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് x tends to 1. ന്യൂമറേറ്ററിൽ എന്ത് വരും? x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? x ന്റെ ഡെറിവേറ്റീവ് 1. x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x. x ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 3x സ്ക്വയർ divided by ഡിനോമിനേറ്ററിൽ എന്താണ്? 1. x ന് 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? x ന് 1 കൊടുക്കുമ്പോൾ 1 plus 2 plus 3 divided by 1. 3 ന്റെ 5 6 6/1. That is equal to 6. നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടുന്നത് എത്രയാണ്? നമുക്ക് ഇതിന്റെ ആൻസർ 6 എന്നുള്ള ആൻസറിലേക്കാണ് എത്തിച്ചേരുന്നത് കേട്ടോ. 6. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ഇവിടെ നമ്മള് വീണ്ടും നമ്മൾ ഏത് റൂൾ ഉപയോഗിച്ചു? എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്തു. എൽ ഹോസ്പിറ്റൽ റൂൾ നമ്മൾ അപ്ലൈ ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? ന്യൂമറേറ്ററിൽ 1 plus 2x plus 3x square. Take the derivative of numerator. x ന്റെ ഡെറിവേറ്റീവ് 1, x square 2x, x cube 3x square. അതിനുശേഷം ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ നമുക്ക് എന്ത് കിട്ടി? 6 കിട്ടി. ഡിനോമിനേറ്ററിൽ എന്ത് കിട്ടി? 1 കിട്ടി. 6/1 is equal to 6. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. എല്ലാവരും കൃത്യമായിട്ട് എഴുതിയിരിക്കുക. ഇതേപോലുള്ള ധാരാളം പ്രോബ്ലംസ് ഓരോ ഏരിയയിലും നിങ്ങൾ ചെയ്ത് പഠിക്കുക. അങ്ങനെ കുറെ പ്രോബ്ലം ചെയ്ത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ വരും. പിന്നെ എങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ.